ഇതിപ്പോൾ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതേ ഒരു റേബാൻ മെറ്റ എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ 3 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ മാക്സ് ഡ്യൂറേഷൻ ഓരോ വീഡിയോയ്ക്കും. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ചില വീഡിയോകളൊക്കെ ഇങ്ങനെ കട്ടായി പോകുന്നത്. പക്ഷെ നല്ല കൺവീനിയൻ്റാണ്. കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു ഗ്ലാസ് ആണ്, എൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് എൻ്റെ കണ്ണിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പ്രെറ്റി മച്ച് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഈ വീഡിയോസൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതെനിക്കിഷ്ടമുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. FSD ആണ്, അപ്പോൾ നമുക്ക് എങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാം. ഭയങ്കര പ്രശ്നമില്ല, അങ്ങനെ അത്രയ്ക്ക് മോണിറ്ററിങ് പ്രശ്നമില്ല. നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ റെക്കോർഡാവും, അതൊക്കെ നമുക്ക് ആൾക്കാരെ എത്തിക്കാമല്ലോ. അതൊരു ഭയങ്കര ഒരു നല്ലതാണെന്ന് തോന്നുന്നു. ഒരു ടൈപ്പ് ഓഫ് വ്ളോഗിങ് അല്ലേ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ റിയൽ ഇതിൽ കാണാൻ പറ്റുന്നത്. നമ്മളൊരു ഡ്രൈവ് ചെയ്യുന്ന ഒരാളുടെ വിഷനിൽ നിന്ന് കാണുന്ന പോലെ അല്ലേ. ഇവിടെ ഈ ഒരു പോയിന്റ് ഒരു ജംഗ്ഷനാണ് ശരിക്കും. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, നോർത്ത് 680 സാക്രമെന്റോ വാൾനട്ട് ക്രീക്ക്, പിന്നെ ഈസ്റ്റ് 84 ലിവർമോർ. അതൊരു എക്സിറ്റ് ആണ് ശരിക്കും. ഇവിടുന്ന് ലിവർമോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു റൂട്ട് ഉണ്ട്. നമ്മൾ ഈ മാപ്പിൽ നോക്കി അറിയാം. കണ്ടില്ലേ, ഇങ്ങനെ ഈ റൂട്ട് പോകുന്നുണ്ടോ? ഇതിങ്ങനെ ലിവർമോറിലോട്ട് ഡയറക്റ്റ്ലി ഒരു റൂട്ടാണേ. നമുക്ക് നേരെയും പോവാം, നേരെ പോയിട്ട് ഇങ്ങനെയും പോവാം. അതൊരു കണ്ടില്ലേ, ഞാനിങ്ങനെ വല്ലാണ്ട് ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോഴത്തേനും പറയുന്നുണ്ടല്ലേ പ്ലീസ് പ്ലേ അറ്റൻഷൻ. എനിക്ക് ഈ റൂട്ടുകളും ഈ എന്താ പറയുക, ഈ നാവിഗേഷൻസും ഈ ഹൈവേസ് അതൊക്കെ എൻ്റെ ഒരു ഭയങ്കര ക്രേസാണ്. നമ്മൾ നാട്ടിലുള്ള മുതൽ ഇന്ത്യയിലായിരുന്നപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചെറുതിലെ ഞാൻ ജനിച്ചത് വയനാട് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ നമുക്ക് അവിടെ വലിയ റോഡ്സോ ഈ നാഷണൽ ഹൈവേസോ അങ്ങനെയൊന്നും ഭയങ്കര കുറവാണ്. ഇവഞ്ച്വലി അതൊക്കെ വന്നത്, റെയിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ക്രേസാണ്. നമ്മളൊക്കെ പണ്ട് വയനാട്ടിൽ നിന്ന് നമ്മൾ കോഴിക്കോടോ കൊച്ചിനിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ ആ വലിയ നാട്ടിലത്തെ നമ്മുടെ അന്നത്തെ നാഷണൽ ഹൈവേ ഒക്കെ 2 ലൈൻ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ അമേരിക്ക വന്നു കഴിയുമ്പോൾ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല കേട്ടോ. നമ്മൾ പണ്ടത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. എന്നാലും ഇത്രയും റോഡ്സും ഈ റോഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തൊക്കെ നമ്മൾ ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് 70s 80s ഒക്കെ ഉള്ള റോഡ്സ് ആണത്. എനിക്ക് ഈ കറക്റ്റ് ഹൈവേനെ എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും മോസ്റ്റ് ഓഫ് നമ്മുടെ ഈ റോഡ് നെറ്റ്വർക്ക്സ് അല്ലേ, US മെയിൻ ഹൈവേസും ഫ്ലൈ ഓവേഴ്സും അതെല്ലാം പഴയതാണ്, 70s 80s അപ്പോൾ നമുക്ക് ബിലീവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഇത് ഉള്ള റോഡ്സാണ്. പുതിയ ഹൈവേസും ഉണ്ട് കേട്ടോ ഇവിടെ. എന്നാലും പിന്നെ കൺസ്ട്രക്ഷൻ കുറേ സ്ലോ ഡൗൺ ചെയ്തു. കാരണം ഇവിടെ നെറ്റ്വർക്ക് ക്വാളിറ്റി നല്ല ഒരു ബാക്ക് ബോൺ ആയി. പക്ഷെ ഇപ്പം ഇതൊക്കെ എനിക്കൊന്ന് പീക്ക് അവറിലൊക്കെ അത്യാവശ്യം നല്ല ട്രാഫിക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും പണ്ടേ ഇവർ നന്നായിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ